പാഠം 226. ഒരു സമയത്ത് ഒരു കാര്യം. ഈശ്വരന്മാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ അറിയാലോ. കളക്ടർ എന്നോട് കളക്ടറേറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. മിക്കവാറും പുതിയ ബസ് സ്റ്റാൻഡുള്ള സ്ഥലമെടുപ്പിനുള്ള കാര്യം പറയാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിന്നോളണേ. ആ പ്രോജക്റ്റിന് ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാവും. അത് മാത്രമല്ല, ഇത്രയും വലിയ പ്രോജക്റ്റ് ആവുമ്പോൾ ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആകെ അഴിമതിയായിരിക്കും. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയില്ല ഞാൻ പറയുന്നത്. നിങ്ങളെന്നെ മനസ്സിലാക്കണം. ഈശ്വര, സർവേശ്വരങ്ങൾ സർവാംഗ സർപ്രവർത്തികളാണ് ഈശ്വര. ഹലോ. ആ പറ ലക്ഷ്മി. ഇല്ല, എഴുത്തൊന്നും ആയിട്ടില്ല. എങ്ങനെ പോയാലും ഇതൊന്ന് എഴുതി തീർക്കാൻ 2-3 ദിവസം എടുക്കും. ഇത് എഴുതിക്കൊണ്ടിരുന്നാ പോരല്ലോ, എന്റെ ബാക്കി കാര്യങ്ങളോട് നടക്കണ്ടേ. ഞാനേ വൈകിട്ട് വിളിക്കാട്ടോ. എന്തായത്? സദാനന്ദൻ സാറേ, ആ പ്ലാന്റർ ഗോപാലിന്റെ കേസിൽ അമിക്കസ് ക്യൂരിയ. അടുത്ത തിങ്കളാഴ്ചയാണ് കോടതി റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ജോലി എത്ര എന്നെ ഏൽപ്പിച്ചു സാറ്? ഞാൻ അതല്ല ചോദിച്ചത്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫോണിൽ സംസാരിക്കുന്നത് ശരിയാണോ? അമ്മേ, ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ ശ്രദ്ധിക്കുക, അതിൽ മാത്രം ശ്രദ്ധിക്കുക, വേറൊന്നും ചെയ്യാൻ പാടില്ല. മോഹനേട്ടാ, വിളിച്ചത് വിദ്യാലക്ഷ്മിയാണ്. ഞങ്ങള് വലിയ ആഗോള കാര്യങ്ങളൊന്നുമല്ല സംസാരിച്ചത്. വെറുതെ ഒരു വിശേഷം പറച്ചില്. വെറുതെ ഒരു വിശേഷം പറച്ചിലായിരിക്കും, പക്ഷേ അത്രയും സമയം നിന്റെ ശ്രദ്ധ റിപ്പോർട്ടിൽ നിന്ന് മാറിയില്ലേ? ഭമേ, പൂർണ്ണമായും ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ഒരു കാര്യവും ഗുണമുണ്ടാവില്ല. സാറ് രാവിലെ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് വെറുതെയാണ്. എത്ര പ്രകോപിപ്പിച്ചാലും ഞാൻ വഴക്കിനില്ല. കാരണം എനിക്ക് ഈ ജോലി ചെയ്ത് തീർത്തേ പറ്റൂ. കഷ്ടം. സ്നേഹപൂർവ്വം ഒരു കാര്യം പറഞ്ഞാലും പുച്ഛം. നീയൊക്കെ പറഞ്ഞ പഠിക്കില്ല, അനുഭവിച്ചാലേ പഠിക്കൂ. അഹങ്കാരി. രാവിലെ ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാണ് വില്ലേജ് ഓഫീസറുടെ. പക്ഷേ ആ ചൂണ്ടയിൽ കൊത്താൻ മാത്രം മണ്ടിയല്ല ഞാൻ. ഹലോ, കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. ഞാൻ ഒരു അത്യാവശ്യ കാര്യം ചെയ്തോണ്ടിരിക്കുക. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. പിന്നെ വിളിക്കണേ. പോരെ. പരിഹാസം ശരിയാക്കി തരാം. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോവുകയായിരുന്നു. ഉവ്വ്, സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്താണ് സാർ കാര്യം? അതെയോ, ഞാനത് പ്രതീക്ഷിച്ചു. ഒരുപാട് സന്തോഷം സാർ. പിന്നെന്താ സാർ, ചെയ്യാം. എനിക്കൊരു 15 മിനിറ്റ് മതി. ശരി സാർ. ഇവിടെ വരൂ. ഇവരെ നിൽക്ക്. ഇതെന്താ പ്രൈമറി സ്കൂളോ? വരച്ച് വരെ നിർത്താൻ നിനക്കൊരു ധാരണയുണ്ട്. നിന്നെപ്പോലുള്ള വക്കീലന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുള്ളികളെന്ന്. നിങ്ങൾ വിചാരിച്ചാൽ എന്തു നടക്കുമെന്ന്. പ്ലാന്റർ ഗോപാലിനെ പോലുള്ള മുതലാളിമാർക്ക് വേണ്ടി മാത്രം കേസുകൾ വാദിച്ച് നീയൊക്കെ ശീലിച്ചിട്ടുള്ളൂ. രാജ്യത്തിനും രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടോ ഭാമേ? ഞാൻ കേസ് വാദിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ. മനുഷ്യർ എന്ന് പറയരുത്. പ്ലാന്റർ ഗോപാലിനെ പോലെ കൈ നിറയെ കാശുള്ള മുതലാളിമാർക്ക് വേണ്ടി. അവർ നാടിനെ പറ്റിക്കുമ്പോ അതിന് നിയമപരമായ സഹായം ചെയ്യുന്നവരാണ് നിങ്ങൾ. പക്ഷേ ഞാനോ? രാവിലെ എഴുന്നേക്കുമ്പോ മുതൽ ഭാര്യയുടെ മെക്കിട്ട് കയറി അവളുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരു വില്ലേജ് ഓഫീസർ എന്ന് നീ മാത്രമേ പറയൂ. എടീ, ഈ നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് വേണം, ബസ് സ്റ്റാൻഡ് വേണമെന്ന്
എത്ര നാളുകളായ ആളുകൾ പറയുന്നു, ഇതുവരെ സാധിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന അറിയാമോ? ആളുകൾക്ക് മഴയും വെയിലും കൊള്ളാതെ ബസ് കാത്ത് നിൽക്കേണ്ട സ്ഥലമില്ല. അതിനൊരു വെയിറ്റിംഗ് ഷെഡ് പോരെ, ബസ് സ്റ്റാൻഡ് എന്തിനാ? പക്ഷേ ബസ്സുകൾ തോന്നും പോലെ റോഡ് സൈഡ് കൊണ്ട് നിർത്തുമ്പോ ആളുകൾക്ക് ഉണ്ടാവുന്ന അസൗകര്യമോ, റോഡിലുണ്ടാവുന്ന ട്രാഫിക് ബ്ലോക്കോ, കടക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളോ, ഇതിനൊക്കെ പരിഹാരമാണ് ഒരു ബസ് സ്റ്റാൻഡ്. മോഹനകൃഷ്ണൻ ഈ നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോ മോഹനേട്ടൻ വില്ലേജ് ഓഫീസർ പണി രാജിവെച്ചോ? അല്ല, സാധാരണ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒക്കെയാണ്. വില്ലേജ് ഓഫീസർ ഇതിനകത്ത് എന്ത് കാര്യം? ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് പഞ്ചായത്ത് തന്നെയാണ്. പക്ഷേ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചത് ഉണ്ടാക്കുമ്പോ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന ആരാ? ഞങ്ങൾ, റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാർ. ഈ നാട്ടിൽ എവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന് ഞാൻ, വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ തീരുമാനിക്കും. അതെങ്ങനെ ശരിയാകും? പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന സ്ഥലം നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കുന്നത് നിങ്ങളാണെന്ന് സമ്മതിക്കാം. അതിൽ കൂടുതൽ എന്താ? പക്ഷേ തഹസീൽദാർ വിളിച്ച് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാം നിനക്ക്? പറഞ്ഞൂടാ. എന്നോട് ഇന്ന് കളക്ടർ കാണാൻ പറഞ്ഞത് ഈ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലമെടുപ്പിന്റെ കാര്യം പറയാനായിരുന്നു. പഞ്ചായത്ത് 5 സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം നോക്കി അതിന്റെ വിശദ വിവരങ്ങൾ ഞാൻ കളക്ടർക്ക് കൊടുക്കണമെന്ന്. ഞാൻ പറയുന്നത് കളക്ടർ കേൾക്കും. അതായത് ഞാൻ പറയുന്ന സ്ഥലത്തായിരിക്കും ബസ് സ്റ്റാൻഡ് വരുന്നത്. അങ്ങനെ കളക്ടർ മോഹനേട്ടന്റെ വാക്കും കേട്ടൊരു തീരുമാനമെടുത്താൽ അതനുസരിക്കാൻ പഞ്ചായത്തിന് ബാധ്യതയില്ല. പ്രോട്ടോകോൾ പ്രകാരം കളക്ടറെക്കാട്ടിലും വലുത് പഞ്ചായത്ത് കമ്മിറ്റിയാണ്. മോഹനേട്ട, ഒരു വീട് പണിയുമ്പോൾ മേസ്തിരിക്ക് കല്ലെടുത്തു കൊടുത്തവൻ ഇത് എന്റെ വീടാണ് എന്ന് പറയുന്നത് പോലെയാണ് വില്ലേജ് ഓഫീസർ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി എന്ന് പറയുന്നത്. ഇത്തരം നമ്പറുകൾ ഇറക്കി നാട്ടുകാരെ പറ്റിക്കാം, സത്യഭാമയെ പറ്റിക്കാൻ പറ്റില്ല. സത്യഭാമ നിയമം പഠിച്ചവളാണ്. നിയമം പഠിച്ചതിന്റെ വലിയ കുഴപ്പമായത് അസൂയ. ഞാൻ പ്രശസ്തനാകുന്നതിലുള്ള അസൂയ. സാറേ, സാറേ, നമസ്കാരം സാറേ. നമസ്കാരം. സാർ ഇറങ്ങുന്നതിന് മുമ്പ് എത്താൻ ഞാൻ പാഞ്ഞു വരികയായിരുന്നു. എന്താ കാര്യം? നമ്മുടെ ഈ ശശിയുടെ സ്ഥലത്തിന്റെ സ്കെച്ച് തയ്യാറാക്കി കൊടുക്കാന്ന് പറഞ്ഞ ഇന്നാണ്. ആ വില്ലേജിലോട്ട് പോകുന്ന വഴിക്ക് ആ അരിമലിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 100 മീറ്റർ പോയാൽ മതി. പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ സാറിനത് എളുപ്പമാവുമെന്ന് വിചാരിച്ച്. എനിക്ക് എളുപ്പമാണ്, പക്ഷേ ഇന്ന് നടക്കില്ല. നടക്കില്ല? എന്ത് സാറേ? ഇല്ല, ഇന്ന് എനിക്ക് കളക്ടർ ചെല്ലേണ്ട ദിവസമാണ്. പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥലം എടുക്കാൻ പോവുക. അല്ല സാർ, ഒരു 15 മിനിറ്റ് സമയം മതി. 15 മിനിറ്റ് മതി, പക്ഷേ ആ 15 മിനിറ്റ് ഇല്ല. കളക്ടറേറ്റിൽ ചെല്ലുന്നതിന് മുമ്പ് ഏറ്റെടുക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് തയ്യാറാക്കണം. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ താമസിക്കും. അല്ല സാറേ, ഇത് പോകുന്ന മോഹനകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാ. ഇന്ന് ശശിയുടെ കാര്യം നടക്കില്ല. ആദ്യം നടത്തേണ്ടത് പൊതുകാര്യമാണ്, അത് നടക്കണം. അതെ സാറേ, സാറൊന്ന് മനസ്സ് വെച്ചാൽ ഇത് രണ്ടും കൂടെ നടക്കും. നമുക്ക് അങ്ങോട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോ വേറൊരു കാര്യം ചെയ്യില്ല. ഒരു സമയത്ത് ഒരു കാര്യം. കളക്ടർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ ശശിയുടെ സ്ഥലത്തിന്റെ സ്കെച്ച് കൂടി ഉണ്ടാക്കിയാൽ രണ്ടിലും ശ്രദ്ധ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധിക്കുക. അതാണ് മോഹനകൃഷ്ണന്റെ രീതി. ഓ, ഇന്നത്തെ സ്പെഷ്യൽ അതാണല്ലേ. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ മോനേട്ടാ? ഒരു കാര്യം ചെയ്യുമ്പോ ആ കാര്യം തന്നെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പോ നീ ഭക്ഷണം കഴിക്കുന്നു, ആ കൂട്ടത്തിൽ പുസ്തകവും വായിക്കുന്നു. ഇതിലേതിലാവും നിന്റെ ശ്രദ്ധ? രണ്ടിലും. ഒരിക്കലും നടക്കില്ല. ഒരു പുസ്തകം വായിക്കുമ്പോ അതിലുള്ളത് മനസ്സിലാകണമെങ്കിൽ ആ പുസ്തകത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ പുസ്തകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നീ എങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും? ആ ഭക്ഷണത്തിൽ ഒരു മുടിയോ കല്ലോ ഉണ്ടെങ്കിൽ നീ കാണില്ല. അത് മാത്രമല്ല, പുസ്തകത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും നിനക്ക് മനസ്സിലാവില്ല. അങ്ങനെ അളവറിയാതെ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് വലിയ കേടാണ്. മോഹനേട്ടാ, ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ ഒരു കല്ലോ മുടിയോ ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലെ അളവറിയാതെ ഭക്ഷണം കഴിച്ച് എനിക്ക് അങ്ങനെ വണ്ണവും വെച്ചിട്ടില്ല.
അപ്പോഴും നിനക്ക് ന്യായം പറയാനേ നേരമുള്ളൂ. ഞാൻ പറയുന്നതിനെ ശരി അത് മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്നില്ല. മോഹനേട്ടാ, അതുകൊണ്ടല്ല. ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്താലേ എനിക്ക് ആ റിപ്പോർട്ടിന്റെ ബാക്കി എഴുതാൻ പറ്റൂ. ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായി പോയി വായിക്കാമെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സമയം കിട്ടില്ല. ഓണോട്ടിരിക്കും, നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കഴിച്ചോളാം അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. നീ കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാന്നാ പറഞ്ഞത്. അഹങ്കാരി. അവളവിടെ തിന്നിട്ടെ. ആദ്യം കളക്ടർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട്, അത് കഴിഞ്ഞ് കാപ്പി. ഈ ഒരൊറ്റ പ്രോജക്റ്റോടുകൂടി മോഹനകൃഷ്ണന്റെ ജാതകം മാറും. ഒരേ സമയം കളക്ടറുടെ പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസർ ആവുകയും അതേസമയം നാട്ടുകാരുടെ കണ്ണിലുള്ളിയുമാവും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. സാർ കാപ്പി കുടിക്കുന്നില്ലേ? ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യുകയാണ്. നിന്നെ പോലെ ഒരേ സമയം രണ്ട് കാര്യം ചെയ്യാനുള്ള വിദ്യ എനിക്കറിയില്ല. അങ്ങനെ ഇത് രണ്ട് ജോലി മോശമാക്കുന്നത് എന്തിനാ? ജോലി ചെയ്യുമ്പോ ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ അസുഖം മൂത്ത് ജോലി ചെയ്യുമ്പോൾ സംസാരിക്കില്ല, നടക്കുമ്പോൾ കണ്ണു തുറക്കില്ല, ഉറങ്ങുമ്പോൾ സ്വപ്നം കാണില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറരുത്. ഫോൺ കേട്ടോ? അതാരാണ് പോയി നോക്ക്. മോഹനേട്ടനുള്ള ഫോണാണെങ്കിലോ? ഞാനൊരു ജോലി ചെയ്യുകയാണ്, അത് കഴിഞ്ഞ് വിളിക്കാൻ പറയൂ. അത്യാവശ്യമുള്ള കാര്യമാണെങ്കിലോ? എന്തത്യാവശ്യം? കളക്ടർക്ക് ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു അത്യാവശ്യം എനിക്കില്ല. ഇത് നാടിന്റെ പ്രശ്നമാണ്. ഓക്കെ.